കാസർഗോഡ് പുത്തികെ പഞ്ചായത്തിലെ ഉറുമിപ്പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പാലമാണ് പാതി വഴി നിലച്ചിരിക്കുന്നത്. ഇത് കാരണം യാത്രയ്ക്കായി ഈ പാലത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. കാസർഗോഡ് ജില്ലയിലെ പുത്തികെ പഞ്ചായത്തിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഉറുമിപ്പാലം. കാലപ്പഴക്കം കൊണ്ട് ഏതു സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് പാലമുണ്ടായിരുന്നത്. നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യത്തെ തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. 4 കോടിയോളം രൂപ വകയിരുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും എന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ പാലം പ്രവൃത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ല. ഇതോടെ യാത്രയ്ക്കായി ഈ പാലത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേരാണ് പെരുവഴിയിലായത്. ഇത് പുത്തികെ ഉറുമി പാലാണ്. ഏകദേശം 7 മാസമായി ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട്. ഇത് തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി തരാമെന്നാണ് കരാറുകാർ പറഞ്ഞത്. കരാറുകാർ ബെർക്ക കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇത് ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പിന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയാണ്. കാരണം എന്താ, വേറൊരു വഴിയില്ല, ടെമ്പററി ആയിട്ടൊരു വഴിയില്ല, ആകെയുള്ളത് ഒരു നടപ്പാതയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാട്ടുകാർ കഴിയുന്നത്ര സഹകരിച്ചു. നാട്ടുകാർ ഈ സൈഡും ആ സൈഡും പിന്നെ 15 മീറ്റർ സ്ഥലം പിന്നെ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നപ്പോൾ നാട്ടുകാർ പൈസ ഫണ്ടിങ് ആക്കിയിട്ടാണ് ആ പൈസ 1,80,000 രൂപ. അതെല്ലാം നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ ഈ കരാറുകാർ ഇപ്പോൾ ആദ്യം പഴയ പാലം പൊളിച്ചു മാറ്റി ഏകദേശം 1 മാസം പെൻഡിങ് വെച്ചു. ഇതുവഴി ഈ ഭാഗത്തേ വന്നില്ല അവർ. അതിനുശേഷം കുറെ സമരം പരിപാടികളെല്ലാം നടന്നു. അതിനുശേഷം വന്നത് ഈ രൂപത്തിലാക്കി പോയിട്ട് ഇപ്പൊ 2 മാസമായി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രദേശവാസികളുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, രോഗികളായവർക്ക് സീതാങ്കുളിയിലെത്താൻ 4 കിലോമീറ്ററാണ് ഇതുവഴി എളുപ്പവഴിയാണ്. അല്ലെങ്കിൽ കന്യപ്പാടി വഴി പോകേണ്ടി വരും, കറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. മഴ കനക്കുന്നതിന് മുൻപ് തന്നെ പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധിക്കാതിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തവണ കരാറുകാരനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. അടിയന്തര പ്രശ്നപരിഹാരത്തിനായി നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചു. പാലം നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.